എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയലുള്ളൊരു ന്യൂസാണ്, ഇമാജിനിങ് ഇന്ത്യൻ ഫെഡറലിസം, ദ GS2 പൊളിറ്റി ഫെഡറലിസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. പിന്നെ ഫുഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഇത് ഫുഡ് ഇൻഫ്ലേഷനെ പറ്റിയാണ്. നമ്മൾ ഫുഡ് ഇൻഫ്ലേഷനും പ്രൈസസ് ഓഫ് ഫുഡെല്ലാം കൂടുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് GS3 എക്കണോമിയായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. നെക്സ്റ്റും GS3 എക്കണോമിയായിട്ട് റിലേറ്റഡ് ആണ്. WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനെ കുറിച്ച്. മെയ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്താണ്, ഇൻഫ്ലേഷൻ സ്പൈക്സ് ടു അബൌട്ട് 15 മന്ത് ഹൈ ആണ് ഓൺ ഫുഡ് പ്രൈസസ്. ഈ സെയിം സാധനം തന്നെയാണ്. അപ്പം ഞാൻ ഇത് ക്ലബ് ചെയ്തിട്ടാണ്, ഇത് രണ്ടും ക്ലബ് ചെയ്തിട്ടാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. പ്രിലിംസും എടുത്തു. അപ്പം അത് ബേസ് ചെയ്തിട്ട് ഒരു റിവിഷൻ പോലെയാണ് ഈ ഒരു രണ്ട് ആർട്ടിക്കിളും കൂടി ചെയ്തേക്കുന്നത്. പിന്നെ പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. ഒന്നെന്ന് പറയുന്നത് ഇസ്രായേലുണ്ട്, യുക്രൈൻ ഉണ്ട്, അർമേനിയ ഉണ്ട്. അപ്പം ഇത് നമ്മൾ എടുത്തേക്കുന്നത്, നമുക്ക് പ്രിലിംസ് എടുത്തു. അപ്പോൾ പ്രിലിംസ് ഒരു റിവിഷൻ എന്ന രീതിയിലാണ് ഇന്നത്തെ DNA കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പം ആദ്യത്തെ മാത്രമാണ് നമുക്കൊരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ശശി തരൂറാണ് ഈ ആർട്ടിക്കിൾ എഴുതിയേക്കുന്നത്. അപ്പം റീഇമാജിനിങ് ഇന്ത്യൻ ഫെഡറലിസം. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 2024 ലോക്സഭ ഇലക്ഷൻസ് റിസൾട്ടഡ് ഇൻ BJP ഫോളിംഗ് അപ്പോർട്ട് മെജോറിറ്റി ലീഡിങ് ടു ദ കോalition ഗവൺമെൻറ് വിത്ത് റീജിയണൽ പാർട്ടീസ്. അപ്പോൾ നമുക്കറിയാം, കോalition ഫോം ചെയ്ത ഓപ്പോസിഷൻ പാർട്ടിയാണെങ്കിലും മെജോറിറ്റി ഫോം ചെയ്തപ്പോഴും എല്ലാം റീജിയണൽ പാർട്ടീസാണ് മേജർ പാർട്ടീസിന് ഇത് കൂടെ നിൽക്കുന്നത്. ഓക്കെ, ദിസ് ഡെവലപ്മെൻറ്റ് പ്രസൻസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എന്താണ്, ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സിനാരിയോ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അത് നമ്മൾ ഇത് നേരത്തെ ഉള്ളൊരു എഡിറ്റോറിയൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഫെഡറലിസം എങ്ങനെയാണ് ഈ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോയിൽ പ്ലേ ചെയ്യുന്നതെന്ന്. ഓക്കെ, കോസി ഫെഡറലിസം. അപ്പം 2014 തൊട്ട് എന്താണ്, ഒരു സെൻട്രലൈസിങ് പവർ ആയിരുന്നു, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിംഗിൾ പാർട്ടി മജോറിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓട്ടോണോമി ഭയങ്കരമായിട്ട് കുറഞ്ഞു, സ്റ്റേറ്റ്സിൻ്റെ ഓട്ടോണോമി ഭയങ്കരമായിട്ട് കുറഞ്ഞു. എന്താണ് ഒരു എക്സാമ്പിൾ പുള്ളി പറഞ്ഞേക്കുന്നത്, എന്താണ്, ഇമ്പോസിഷൻ ഓഫ് ഹിന്ദി ഓൺ സദേൺ സ്റ്റേറ്റ്. അപ്പോൾ സദേൺ സ്റ്റേറ്റിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അവർ ആൻറ്റി ഹിന്ദി മൂവ്മെൻറ്റ് അവർ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് കാരണം ഈ ദ്രാവിഡ മൂവ്മെൻറ്റുമായിട്ടൊക്കെ ക്ലബ് ചെയ്തിട്ട് തമിഴ് ഇല്ലം അല്ലെങ്കിൽ തമിഴ് കൾച്ചറൊക്കെ നോക്കുവാണെങ്കിൽ അവർ ഹിന്ദി കൾച്ചറിനൊരു അല്ലെ ഹിന്ദി ഇമ്പോസിഷന് എതിരായിട്ട് നിന്ന ആൾക്കാരാണ്. ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്ന സമയത്ത് പോലും അവർ ഹിന്ദി ഇമ്പോസിഷന് എതിരെ പറഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, യൂസിങ് സെൻട്രൽ ഏജൻസീസ് ടു ടാർഗറ്റ് പൊളിറ്റിക്കൽ ഒപ്പോണൻസ്, അതൊരു സിനാരിയോ ആയിരുന്നു. ഇംപ്ലിമെൻറ്റിംഗ് നേഷൻ വൈഡ് ലോക്ക്ഡൗൺ വിതൗട്ട് കൺസൾട്ടിങ് ചീഫ് മിനിസ്റ്റേഴ്സ്. പിന്നെ ക്രിയേറ്റിംഗ് PM കെയർ ഫണ്ട്, ലിമിറ്റിംഗ് റിസോഴ്സസ് ഫോർ സ്റ്റേറ്റ് റൺ റിലീഫ് ഫണ്ട്സ്. പിന്നെ അബ്രോഗേറ്റിംഗ് ആർട്ടിക്കിൾ 370 ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഓത്തർ പറയുന്ന സിനാരിയോസ്. അതായത് ഒരു സെൻട്രലൈസിങ് പവർ കാണിച്ചു എന്നുള്ളതിന്. അപ്പോൾ ഫിസ്ക്കൽ ഫെഡറലിസവും ഇംബാലൻസ് ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം, തരുണിൻ്റെ സ്പീച്ചസ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, പുള്ളി ആ ഒരു ഫിസ്ക്കൽ ഇംബാലൻസ് കാണിക്കാനായിട്ട് മിക്കയിടത്തും പറഞ്ഞിട്ടുണ്ട്. അതായത് GST ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും ടാക്സ് റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഡിസ്പാരിറ്റീസ് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ disturbing the balance in revenue distribution between center and states, increase use of cess which is not shared with states instead of taxes. പിന്നെ changes in finance commission terms of reference favoring northern states over southern states. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഒരു എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തായിരുന്നു, എന്തുകൊണ്ടാണ് സദേൺ സ്റ്റേറ്റ്സിനെക്കാട്ടിലും കൂടുതൽ ഫേവേഴ്സ് നോർത്തേൺ സ്റ്റേറ്റിന് കിട്ടുന്നത്. ഒരു റീസൺ എന്ന് പറയുന്നത്, നോർത്തേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആണ്, സദേൺ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് മോർ ഡെവലപ്ഡ് ആണ്. പോപ്പുലേഷൻ കമ്പയർഡ് ടു നോർത്ത് കുറവാണ്. അപ്പം ഒരു ലാർജർ പോപ്പുലേഷൻ നോർത്തിലുണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഡെവലപ്മെൻറ്റും ഇല്ല, അവരുടെ ഫണ്ടും ഇല്ല അത്രയും പോപ്പുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു മെജോറിറ്റി ഷെയർ ഓഫ് ഇൻകം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ഒരു റീസൺ വരുന്നത്. നമ്മൾ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് മാറ്റുവാണെങ്കിൽ. ഓക്കെ, ഡീലിമിറ്റേഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ കൺസേൺസ് എന്ന് പറയുന്നത് ഇമ്പോസിംഗ് ലാപ്സ് ഓഫ് 91st അമെൻമെൻറ്റ് ഇൻ 2026, പിന്നെ ഇംപെൻഡിങ് ലാപ്സ് ഓഫ് 91st അമെൻമെൻറ്റ് ഇൻ 2026, പിന്നെ പൊട്ടൻഷ്യൽ ഷിഫ്റ്റ് ഇൻ പാർലമെൻ്ററി സീറ്റ് അലോക്കേഷൻ. നമുക്കറിയാം, പോപ്പുലേഷൻ നേരത്തെ പറഞ്ഞു നോർത്തിൽ കൂടുതലാണ്, അപ്പോൾ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ടാണ് സീറ്റ് അലോക്കേഷൻ വരുന്നത്. അപ്പോൾ നോർത്തേൺ സ്റ്റേറ്റ്സിന് കൂടുതൽ സീറ്റ്സ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സദേൺ സ്റ്റേറ്റ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ സെൻട്രലിൽ കുറയും എന്നൊരു പേടിയുണ്ട്. കൺസേൺസ് അബൌട്ട് ഡിസ്പ്രോപ്പോർഷനേറ്റ് റെപ്രസെൻറ്റേഷൻ ഫേവറിങ് ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സ്, അങ്ങനെ ഒരു സിനാരിയോ ഉണ്ട്.
ഓക്കെ, സൗത്ത് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഡിസ്പ്രൊപ്പോർഷനേറ്റ് ടാക്സ് ഡിവല്യൂഷൻ ആണ് ഫേവറിങ് നോർത്തേൺ സ്റ്റേറ്റ്സ്. നമ്മൾ പറഞ്ഞു ഫിയേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ ഡിസ്എംഫ്രാഞ്ചൈസ്മെന്റ് ഡ്യൂ ടു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്, ഇത് പിന്നെ നീഡ് ഫോർ ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. അപ്പം ഫൈനാൻസിലുള്ള പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ വേണം, പിന്നെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനും ഇത് ഉറപ്പുവരുത്തണം. പിന്നെ റോൾ ഓഫ് റീജിയണൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ടു bolster federal structure through coalition government, പിന്നെ current focus on securing cabinet positions and state specific benefits, opportunity to advocate for cooperative federalism. പിന്നെ cooperative federalism എങ്ങനെ റിവൈവ് ചെയ്യാം, എന്താണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ സ്ട്രെങ്തൻ ചെയ്യുക, ഇൻഡിപെൻഡൻറ്റ് ഫോറം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കൊണ്ടുവരിക ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്. നമുക്കറിയാം സ്റ്റേറ്റ്സ് തമ്മിലുള്ള വാട്ടർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, ചണ്ഡീഗഡ് പോലത്തെ സ്ഥലങ്ങളിലുള്ള ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, പിന്നെ കാവേരി വാട്ടർ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്താണ് ഇന്റർ സ്റ്റേറ്റ് ഫോറം കൊണ്ടുവരാം, അവരുമായിട്ടുള്ള കൺസൾട്ടേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇതിൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കൊണ്ടുവരാം. ഇമ്പോർട്ടൻസ് ഓഫ് അക്കോമഡേറ്റിംഗ് ഡൈവേഴ്സ് ഡെവലപ്മെന്റ് ലെവൽസ് അക്രോസ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോ എന്ന് പറയുന്നത് എന്താണ്, ഈ ഫെഡറൽ സ്ട്രക്ചറിൽ നമുക്കുണ്ടായ ഇംബാലൻസസിനെ ഇത് ചെയ്യാനായിട്ട് കേർട്ടേൽ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സ്ട്രെങ്തനിങ് കോപ്പറേറ്റീവ് ഫെഡറലിസം ഈസ് ക്രൂഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് നാഷണൽ യൂണിറ്റി വൈൽ റെപ്രസെൻറ്റിംഗ് റീജിയണൽ ഡൈവേഴ്സിറ്റി എൻഷുറിംഗ് ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റ് അക്രോസ് ഓൾ സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്യുവർലി എക്കണോമി ബേസ് ചെയ്തിട്ടുള്ളൊരു ന്യൂസാണ്. ഇൻഫ്ലേഷനാണ് ടോപ്പിക്ക് വരുന്നത്. അപ്പം ഇതിനകത്ത് ഈ ഫുഡ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫുഡ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൂടുന്ന ഒരു സംഭവമാണ്. അപ്പം RBIക്ക് ആണെങ്കിലും അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു റെപ്പോ റേറ്റ് സ്റ്റേബിൾ ആയിട്ട് തന്നെ വെച്ചേക്കുവാണ്. അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടിരുന്നു. ഓക്കെ, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു ആർട്ടിക്കിളാണിത്. ഓക്കെ, ഇതിൽ WPA കുറിച്ചാണ് പറയുന്നതും പിന്നെ ഫുഡ് ഫാക്ടർ, ഫുഡ് ഇൻഫ്ലേഷനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത് ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രിലിംസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് പോകുന്നത്. അപ്പം ഇൻഫ്ലേഷൻ എന്താണ്? ഇൻഫ്ലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് IMF ഡിഫൈൻ ചെയ്യുന്നത് റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓവർ എ ഗീവൺ പീരീഡ് ആണ്, ഇൻകോമ്പസിങ് എ ബ്രോഡ് മെഷർ ഓഫ് ഓവറോൾ പ്രൈസ് ഇൻക്രീസ് ഓർ സ്പെസിഫിക് ഗുഡ്സ് ഓർ സർവീസസിലെ പ്രൈസ് ഇൻക്രീസിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്താണ് പിന്നെ ഇത് കാരണം റൈസ് ഓഫ് ലിവിങ് കോസ്റ്റുകൾ കൂടും, എന്താണ് എത്ര എക്സ്പെൻസീവ് ആകും സാധനങ്ങളുടെ വില ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഓക്കെ, ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഇമ്പാക്ട് പെർട്ടിക്കുലർലി സിഗ്നിഫിക്കൻ്റ് ആണ് ഡ്യൂ ടു എക്കണോമിക് ഡിസ്പാരിറ്റീസ്. നമുക്കറിയാം നമുക്കൊരു വലിയ ലാർജ് പോപ്പുലേഷൻ ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ചെറിയ റേറ്റ് ഓഫ് ഇൻക്രീസ് ആണെങ്കിൽ പോലും എന്ത് പറ്റും, അത് ഒരു ലാർജർ സെക്ഷൻ ഓഫ് ആൾക്കാരെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചെറിയൊരു ഇപ്പോൾ റെപ്പോ റേറ്റ് പോലും RBI ഇച്ചിരി കൂട്ടിക്കഴിഞ്ഞാലോ കുറച്ച് കഴിഞ്ഞാലോ അതിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. കാരണം നമുക്ക് ഒരു വേൾഡിൻ്റെ തന്നെ 17 അല്ലെങ്കിൽ 18% പോപ്പുലേഷൻ ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോൾ ഏത് സെക്ടറിലെ ആൾക്കാരെ ഇത് ബാധിക്കാൻ പറ്റും. അപ്പം പിന്നെ നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് കോസസ് ഓഫ് ഇൻഫ്ലേഷൻ ആണ്. ഒന്നെന്ന് പറയുന്നത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ്. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിൻ്റെ ഡിമാൻഡ് അത് കൊടുക്കുന്ന സപ്ലൈനേക്കാളും കൂടുതലുണ്ട്. ഓക്കെ, അപ്പം ഒരു 100 പേർക്ക് ടൊമാറ്റോ വേണം. ഓക്കെ, അപ്പം ടൊമാറ്റോ വേണ്ട സമയത്ത് പക്ഷേ ടൊമാറ്റോയുടെ എണ്ണം ചിലപ്പോൾ ഒരു 2-3 എണ്ണേ ഉള്ളൂ, അല്ലെങ്കിൽ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ഡിമാൻഡ് ഉണ്ട് പക്ഷേ സപ്ലൈ ഇല്ല. ഓക്കെ, അപ്പോൾ ഓവറോൾ ഡിമാൻഡ് ഇൻ എക്കണോമി കൂടുതലാണ്. അപ്പോൾ കൺസ്യൂമേഴ്സ് എത്ര രൂപ കൊടുത്തു വേണമെങ്കിൽ ഈ സാധനം വാങ്ങിക്കും. അപ്പോൾ എന്ത് പറ്റും, ഈ വിൽക്കുന്ന ആൾക്കാർ ഉള്ളതിൻ്റെ റേറ്റ് കൂട്ടും. ഓക്കെ, അപ്പോൾ ആ റേസ് ഓഫ് പ്രൈസസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഈ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ കോസ്റ്റുകളുണ്ട് ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ. ഇത് എന്താണ്, ഇൻക്രീസ്ഡ് ഇൻകം അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ്, അങ്ങനെയുള്ള സപ്ലൈ ചെയിനിലുള്ള ചേഞ്ചസ് വരുമ്പോഴേക്കും ഒരു ഇതിൻ്റെ പ്രൈസസ് കൂടുന്നതിനെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബിൽറ്റ് ഇൻ ഓർ വേജ് price inflation. This type of inflation is often described as a feedback loop between wages and prices when workers demand higher wages. അതായത് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ വർക്കേഴ്സ് അല്ലെങ്കിൽ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർ ബിസിനസ്സിൻ്റെ പ്രൈസ് കൂട്ടുക, അപ്പോൾ അവരുടെ ലേബർ ചാർജസ് കവർ ചെയ്യാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ പ്രോഡക്ട്സിൻ്റെ റേറ്റ് കൂട്ടിയാലല്ലേ ഇവർക്ക് ഇതിൽ നിന്ന് ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് ബിൽറ്റ് ഇൻ ഓർ
വേജ് പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മോണിറ്ററി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണ്? മണി സപ്ലൈ ഇക്കണോമി കൂടുമ്പോഴേക്കും, നമുക്കറിയാം മണിയുടെ ഇത് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും എന്താണ്, കൺസ്യൂമേഴ്സിന് കയ്യിൽ എല്ലാവരുടെയും നമ്മുടെ കയ്യിലൊക്കെ പൈസ കൂടുതൽ വരും. അപ്പോൾ നമുക്ക് സാധനം വാങ്ങിക്കാനായിട്ട് ഡിമാൻഡ് കൂടും. അപ്പോൾ എന്ത് പറ്റും? അപ്പോൾ പ്രൈസ് കൂടും. ഓക്കെ, അതാണ് മോണിറ്ററി ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ സപ്ലൈ ഷോക്സ് എന്ന് പറയുമ്പോഴേക്കും എന്താ, ഇപ്പം നമുക്ക് പെട്ടെന്ന് ഡ്രൗട്ട് വന്നു. ഇപ്പം നോർത്തേൺ ബെൽറ്റിലാണ് നമുക്കിപ്പം വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഒരു ഡ്രൗട്ടോ അല്ലെങ്കിൽ ഹെവി റെയിൻഫോളൊക്കെ ഉണ്ടായ കാരണം അവിടെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിനാരിയോ വരുമ്പോഴേക്കും നമുക്ക് അവിടെ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിൽ വരാനില്ല. അപ്പോൾ സപ്ലൈ ഷോക്കാണ്, അവിടെ സപ്ലൈ ഇല്ല. അപ്പോൾ സപ്ലൈ ഷോക്സ് കാരണം ഉണ്ടാകുന്ന ഇൻഫ്ലേഷനാണ് സപ്ലൈ ഷോക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബിൽറ്റ് ഇൻ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്, ഇഫ് പീപ്പിൾ എക്സ്പെക്ട് പ്രൈസസ് ടു റൈസ് ഇൻ ഫ്യൂച്ചർ എന്താണ്, ദേ മേ അഡ്ജസ്റ്റ് ദെയർ ബിഹേവിയർ അക്കോർഡിംഗ്ലി. ദിസ് ക്യാൻ ക്രിയേറ്റ് എ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി വെർ ബിസിനസ്സസ് റൈസ് പ്രൈസസ് അതായത് ഹയർ കോസ്റ്റുകൾ കൂടും എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനി കാലത്ത് എന്താണ് റേറ്റ് കൂടുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ ഇപ്പോൾ തന്നെ പൈസ കൂട്ടും സർവീസസിൻ്റെ പ്രോഡക്ട്സിൻ്റെ. അതാണ് ഒരു ബിൽറ്റ് ഇൻ എക്സ്പെക്ടേഷൻ ബേസ് ചെയ്തിട്ട് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് WPI കുറിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ WPIയും CPI എന്താണെന്ന് നോക്കും. അപ്പോൾ WPI എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഇതെന്ന് പറയുന്നത് എമൗണ്ട്സ് ടു ദ ആവറേജ് ചേഞ്ച് ഇൻ പ്രൈസസ് ഓഫ് കൊമോഡിറ്റീസ് അറ്റ് ദ ഹോൾസെയിൽ ലെവലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആവറേജ് ചേഞ്ച് ഇൻ പ്രൈസസ് ഓഫ് കൊമോഡിറ്റീസ് അറ്റ് റീറ്റെയിൽ ലെവലിലാണ് CPI എന്ന് പറയുന്നത്. പിന്നെ പബ്ലിഷിംഗ് ഓഫീസ് എന്ന് പറയുന്നത് WPIയുടെ ഓഫീസ് ഓഫ് എക്കണോമിക് അഡ്വൈസർ ആണ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. നെക്സ്റ്റ് എന്ന് പറയുന്നത് CPIയുടെ എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ്. കൊമോഡിറ്റീസ് എന്ന് പറയുമ്പോൾ WPIയുടെ കേസിൽ ഗുഡ്സ് മാത്രമേ ഉള്ളൂ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. CPIയുടെ കേസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ആണ്. ഇൻഫ്ലേഷൻ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷനിലാണ് WPI. നമുക്കറിയാം ഹോൾസെയിലായിട്ട് വിൽക്കുന്ന ആൾക്കാരാണ് WPI പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാരാണ് WPI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഫൈനൽ സ്റ്റേജ് ഓഫ് ട്രാൻസാക്ഷനിലാണ് CPI വരുന്നത്. പിന്നെ പ്രൈസ് സ്പീഡ് ബൈ മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് ആണ്, മറ്റേത് കൺസ്യൂമേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് കൊമോഡിറ്റീസ് കവേർഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് മാനുഫാക്ചറിങ് ഇൻപുട്സ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, മിനറൽസ്, പിന്നെ മെഷീനറി, ബേസിക് മെറ്റീരിയൽസ്, അതെല്ലാം ഹോൾസെയിൽ കാറ്റഗറി വരുന്ന സംഭവങ്ങളൊക്കെയാണ് WPI വരുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, റിക്രിയേഷൻ, ഫുഡ്, ബിവറേജസ്, കൺസ്യൂമർ പ്രോഡക്ട്സ്, സർവീസസ്, അതെല്ലാം വരുന്നത് CPIയുടെ കീഴിൽ. പിന്നെ ബേസ് ഇയർ വരുന്നത്, ബേസ് ഇയർ WPIയുടെ കേസിൽ 2011 to 2012 എന്നാണ് WPIയുടെ വരുന്നത്. CPIയുടെ കേസിൽ 2012 ആയിരുന്നു, പക്ഷേ അത് 2024 ഈ വർഷമൊക്കെ ആക്കാനായിട്ട് പ്ലാൻ ഉണ്ട്, അത് പറയുന്നുണ്ട്. പക്ഷേ കറൻ്റ്ലി അങ്ങനെ മാറ്റം വന്നിട്ടില്ല. ഓക്കെ, അതുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് സീരീസിൽ നമുക്കുണ്ടായിരുന്ന ചില പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. നിങ്ങളത് ശ്രദ്ധിക്കാതെ പോയതാണ്. ഇന്നത്തെ ന്യൂസിനകത്തും ഈ കൺട്രീസ് എല്ലാം മെൻഷൻഡ് ആണ്. ഓക്കെ, അത് കാരണമാണ് ഈ സ്പെസിഫിക് കൺട്രീസ് എടുക്കുന്നത്. നിങ്ങൾ ഇത് എക്സ്ട്രാ ആയിട്ട് നോക്കേണ്ട കുറച്ച് ടോപ്പിക്സും കൂടെ വേണം പറയാം. ഒന്നെന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ബൗണ്ടറീസ് ആണ്. ഇസ്രായേലിനെന്ന് പറയുന്നത് നമുക്കറിയാം സിറിയ ഉണ്ട്, പിന്നെ ലെബനോൻ ഉണ്ട്, പിന്നെ ഈജിപ്ത് ഉണ്ട്, ജോർദൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇവിടെയാണ് സദേൺ പാർട്ടിലാണ് നമ്മുടെ ഗാസ സ്ട്രിപ്പ് വരുന്നത്. വെസ്റ്റ് ബാങ്ക് ജോർദാൻ സൈഡിലാണ് വരുന്നത്. പിന്നെ ആ ഒരു റീജിയനാണ് പറയാനുള്ളത്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ പോർട്സ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇസ്രായേലിലെ പോർട്സുകൾ, ഇസ്രായേലിലെ പോർട്സ് എന്ന് പറയുന്നത് ഹൈഫ എന്ന് പറയുന്നതാണ് ഇസ്രായേലിലെ ഏറ്റവും ലാർജസ്റ്റ് പോർട്ട്, സീ പോർട്ട് എന്ന് പറയുന്നത്. ഹൈഫ ഉണ്ട്, ഹണ്ടേര, പിന്നെ ടെൽ അവീവ്, യോഫോ, പിന്നെ അഷ്ദൂദ്, അഷ്കലോണിലൊക്കെ അത് കറണ്ട് അഫയേഴ്സിലുണ്ടായിരുന്നു. അവിടെയൊക്കെ മറ്റേ October 7 അറ്റാക്ക് നടന്ന ഏരിയാസൊക്കെയാണ് അഷ്കലോൺ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മേജർ പോർട്സ് ഓഫ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേൽ ബേസ് ചെയ്തിട്ട്, ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉക്രൈൻ ന്യൂസിലുണ്ടായിരുന്നു. ഉക്രൈനും അവർ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഉള്ള ഒരു കൺട്രിയാണ്. നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. ഒന്നെന്ന് പറയുന്നത് റഷ്യ ഉണ്ട്, ബോർഡറിങ് കൺട്രീസ്. പിന്നെ ബെലറൂസ് ഉണ്ട്, പോളണ്ട്, സ്ലോവേക്കിയ, മൊൾഡോവ ഉണ്ട്, റൊമേനിയ. ഇത്രയും കൺട്രീസാണ് ഇതിൻ്റെ ബോർഡർ കൺട്രീസായിട്ട് വരുന്നത്. പിന്നെ ക്രിമിയ എന്ന് പറയുന്നത് റഷ്യ അനക്സ് ചെയ്ത ഏരിയ ആണ്. ലുഹാൻസാക്ക്, ദോൺസ്തക്, ഇതാണ് രണ്ട് സെൽഫ് ഗവേണിംഗ് ഏരിയാസ്, അതായത് ഒരു ബഫർ സോൺ എന്ന പോലെ ആക്ട് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. സീ ഓഫ് അസോവും ബ്ലാക്ക് സീയും അതിൻ്റെ ലൊക്കേഷനും കൂടി
ഓർത്തിരിക്കാം. അപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഇടയിലുള്ള സീയുടെ വാട്ടർ ബോഡിയാണ് സീ ഓഫ് അസോവ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്കറിയാം അർമേനിയൻ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള റീജിയൻ ആയിരുന്നു നഗാറോ കറാബാഖ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി അസർബൈജാൻകാർ അത് കോൺകർ ചെയ്തു, അവർ അസർബൈജാൻ്റെ പാർട്ടാക്കി. ഓക്കെ, അപ്പം അങ്ങനെ ഇൻ്റർനാഷണലി അത് അസർബൈജാൻ്റെ പാർട്ട് എന്നാണ് റെക്കഗ്നൈസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇറ്റ് വാസ് ഓക്യുപ്പൈഡ് ബൈ അർമേനിയ. അപ്പം അത് അസർബൈജാൻ അത് തിരിച്ചു പിടിച്ചു. അങ്ങനെയാണ് ഇത് കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലൊക്കേഷനാണ് നോക്കുന്നത്. അസർബൈജാൻ്റെ ചുറ്റുമുള്ളതെന്ന് പറയുന്നത് റഷ്യയുണ്ട്, അർമേനിയ ഉണ്ട്, ജോർജിയ ഉണ്ട്, പിന്നെ ഇറാനുണ്ട്. ഓക്കെ, ഇത്രയും കൺട്രീസ് അസർബൈജാനും, അർമേനിയയുടെ കേസിൽ അസർബൈജാനുണ്ട്, റഷ്യ ഉണ്ട്, ജോർജിയ, ടർക്കി, ഇറാൻ. ഓക്കെ, അത്രയും കൺട്രീസാണ് ഇത് വരുന്നത്. ഇതിൻ്റെ നടുക്കുള്ള കോൺഫ്ലിക്റ്റ് ഏരിയയാണ് നഗാറോ കറാബാക്ക് എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഉള്ള ഇന്നത്തെ ന്യൂസ് പേപ്പേഴ്സിലുള്ള ചില കൺട്രീസ്. അത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളായതുകൊണ്ട് അതിൻ്റെ നെയ്ബറിങ് കൺട്രീസ് ഒന്നുകൂടെ റിവിഷൻ പോലെ എടുത്തതാണ്. പിന്നെ സൗത്ത് ചൈന സീ നോക്കുക, അതിൻ്റെ ബോർഡറിങ് കൺട്രീസ്, സൗത്ത് ചൈന സീയുടെ കോൺഫ്ലിക്റ്റ് റീജിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഈ പ്ലേസസ് ന്യൂസ് റിലേറ്റഡ് ആയിട്ട് അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം എല്ലാവർക്കും പ്രിലിംസിന് ബെസ്റ്റ് ഓഫ് ലക്ക്. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.